വസലൽ അംറു ബി ബഅദി നിസായി, ചില സ്ത്രീകളിൽ നിന്ന് കണ്ടുവരുന്നു എന്ത്, അത് ഭർത്താക്കന്മാരിലും ഉണ്ട്. അവർ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അവർ പുതിയ പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നു എന്നാണ്. പുറത്തു പോയിട്ട് ഞാനിതിൽ അറബി വാചകങ്ങൾ വായിക്കുന്നില്ല, നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ആശയം ഞാൻ പറയാം. പുറത്തു പോയിട്ട് എന്ത് ചെയ്യും, ഇന്ന് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഒന്നുകിൽ അവൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും, ബിസൗത്തിൻ മുഗായിരിൻ, ഭർത്താവിനോട് സൗണ്ട് മാറ്റിയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഭാര്യ സംസാരിക്കണമെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യനോട് സംസാരിക്കണം, ഒരു പെണ്ണ് സംസാരിക്കും പോലെ, അല്ലെങ്കിൽ ഒരു ആണ് സംസാരിക്കും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അതായത് എന്നോട് എൻ്റെ ഭാര്യ ഒരാണായിട്ട് സംസാരിക്കാൻ, അതുപോലെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഫോൺ ചെയ്യാം ഒരാണായിട്ട്. അപ്പോൾ അവൾ ഒരു അന്യ ആൾ വിളിച്ചാൽ അല്ലെങ്കിൽ ഒരു അന്യ പെണ്ണ് സംസാരിക്കുമ്പോൾ ഇവരെ ജവാബിൻ്റെ രീതി എന്താണ്, ഇവരെ സംസാരത്തിൻ്റെ രീതി എന്താണെന്നൊക്കെ. മാത്രമല്ല എത്രത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ സംവിധാനങ്ങൾ തന്നെ മാറിയില്ലേ എന്നാണ്. ഔ ബി ജിഹാസിൻ യുഗയ്യിറു സൗത്ത് ലി തഖ്തബിറ സൗജ്, ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭാര്യയോ ഒക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ നമുക്കിന്ന് സംവിധാനങ്ങളുണ്ടല്ലോ. എന്ത്, നമുക്ക് ഓരോരുത്തരെയും ഫോണുകളിൽ ഇപ്പം ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ ഭാര്യ കേൾക്കുക എന്തായിരിക്കും, വേറൊരാളെ വോയിസ് ആയിരിക്കും. പെണ്ണിൻ്റെ വോയിസിൽ സംസാരിക്കാം ഒരാണിന്, ആണാണ് സംസാരിക്കുന്നത്, പക്ഷേ അങ്ങേ തലക്കൽ കേൾക്കുക എന്താണ്, പെണ്ണിൻ്റെ വോയിസാണ്. അപ്പം അങ്ങനെ കൊഞ്ചി സംസാരിച്ചാൽ അതിനപ്പുറത്ത് നിന്ന് എങ്ങനെ മറുപടി വരുന്നത്, അപ്പം സംശയം, ഇതാണ് നിങ്ങളെ പരിപാടിയല്ലേ, സംശയമായില്ലേ. ഇങ്ങനെയൊക്കെ പരിശോധിക്കാൻ വേണ്ടി ഇന്ന് ആളുകൾ നടക്കുന്നു. ഇതൊക്കെ ഇന്ന് കുടുംബജീവിതത്തിൽ കാണുന്നു. അതിനുവേണ്ടി പ്രത്യേകം സിമ്മുകൾ അവർ വാങ്ങുന്നു. എന്നിട്ട് അതുകൊണ്ട് അവർ തജസ്സുസും തഹസ്സുസും ആരംഭിക്കുന്നു.